സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന യു.പിയിലെ ഉപമുഖ്യമന്ത്രിയുടെ ഒരു പരാമർശമുണ്ട്. മദ്രസകളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഭയങ്കര കുഴപ്പങ്ങളാണെന്ന്, അവർക്ക് തീവ്രവാദ ചിന്തകളാണെന്ന്. സാറ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ. കേട്ടോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കാണിക്കുന്ന സ്നേഹവും ആദരവുമാണ്. ഇസ്ലാം മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവരുടെ കുടുംബ ബന്ധങ്ങളെ ഒരു വില നൽകി വിലമതിക്കാനുമാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിന്റെ ആദ്യ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നെന്താണെന്നറിയോ? മാതാപിതാക്കളോടുള്ള ബഹുമാനവും അവരുടെ കുടുംബത്തോടുള്ള സ്നേഹവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സാർ നമ്മുടെ നാട്ടിലെ വൃദ്ധസദനങ്ങളിൽ സ്വന്തം മാതാപിതാക്കളെ കൊണ്ടുവന്ന് കളയുന്ന കാര്യത്തിൽ ഈ പറയുന്ന തീവ്രവാദ ചിന്തയുള്ളവർ പിറകിൽ നിൽക്കുന്നത്. പിന്നെ ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെയാണ് സാർ അങ്ങ് ഈ പറഞ്ഞ മദ്രസയിൽ പഠിച്ചവർ എല്ലാ തരത്തിലും സഹായഹസ്തം എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തല ചായ്ക്കാൻ സ്വന്തമായി ഒരു വീടില്ലാത്ത 16-ലധികം കുടുംബങ്ങൾക്ക് സ്നേഹസേന എന്ന സംഘടനയിലൂടെ സുരക്ഷിതമായ വീട് വെച്ച് നൽകിയതും കിണറുകളും ശൗചാലയങ്ങളും അതുപോലെ തന്നെ നിരവധി കുട്ടികൾക്ക് പഠന സഹായങ്ങളും ഒക്കെ നൽകിയത്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സേവന പ്രവർത്തനങ്ങൾ അവരുടേതായുണ്ട്. അവിടെ ജാതിയും മതവും ആരും ഒന്നും നോക്കിയിട്ടില്ല സാർ ഇതൊക്കെ ചെയ്തത്. നാട്ടിലൊരു പ്രതിസന്ധി എന്ന് കണ്ടാൽ ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണ് സർ ഓരോരുത്തരും. 2018 പ്രളയകാലത്ത് ആലപ്പുഴ മുതൽ വടക്കോട്ട് മറ്റെല്ലാ ജില്ലകളും വെള്ളത്താൽ മുങ്ങിയപ്പോൾ അവിടെ കുടിവെള്ളത്തിനായി മറ്റൊരു ആശ്രയം ഇല്ലാതിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം അവിടെ നിന്ന് എടുത്തോളൂ എന്ന്. ആ പറഞ്ഞത് സാറി പറഞ്ഞതുപോലെ മദ്രസയിൽ പഠിച്ച ഒരാൾ തന്നെയാണ്. ഇത് എന്റെ അറിവിലുള്ള എന്റെ അനുഭവത്തിലുള്ള ഒരു ചെറിയ കാര്യമാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയാൻ ഓരോരുത്തർക്കും കാണും. ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും, അതായത് ഇപ്പോ വയനാട് ദുരന്തം, ഈ ഒരു ദുരന്തം ഉണ്ടായി അവിടെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് എന്ന കൂട്ടായ്മയാണ് ഏറ്റവും മനോഹരമായ പ്രവർത്തനങ്ങൾ നടത്തിയത്. മുസ്ലിം ലീഗാണ് ആദ്യമായി അവിടെ വീട് വെച്ച് കൊടുക്കുന്നത്. അവരൊക്കെ ഈ മദ്രസയിൽ പോയത് കൊണ്ടാണ് സർ. കോടിക്കണക്കിന് രൂപ ഓരോ മനുഷ്യരുടെ ആവശ്യം മനസ്സിലാക്കി മദ്രസയിൽ പോയവരാണ് സാർ കൂടുതൽ നൽകിയത്. അങ്ങനെയാണ് 25, 30, 40 കോടിയൊക്കെയായി ഈ കണക്ക് കൂടിയത്. മറിച്ച് ഈ മദ്രസയിൽ പോകാത്തവരോട് പറഞ്ഞാൽ 1 കോടി തുണി പോലും കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും സാർ.